ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ മുതലേ നല്ല കിടിലം മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മാവടി ടർഫിൽ വെച്ച് നടത്തായിരുന്ന ക്രിക്കറ്റ് കളി നടന്നുമില്ല. പിന്നെ ഞാനും അനിയനും ഷണ്ണാദക്കയും സീക്കയും എല്ലാവരും കൂടെ നേരെ ചാലിയക്കര വഴി അച്ചൻകോവിൽ കയറി. അച്ചൻകോവിലിൽ നിന്ന് മേക്കര അണക്കെട്ടും കയറി അവിടുന്ന് തെങ്കാശിക്ക് പോകാൻ പ്ലാനിട്ട്. എന്തായാലും പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 11-12 മണിയോളമായി. അങ്ങനെ പിന്നെ ഞാൻ അതിനോട് വെട്ടിക്കരയിൽ നിന്നും ഷണ്ണാദ് കൊട്ടാരക്കരയിൽ നിന്നും വന്ന് നേരെ രണ്ടാലമ്മൂട് പിടവൂര് വഴി അവിടെ ചെന്ന് സീക്കയും പൊക്കിക്കൊണ്ട് പത്തനാപുരം വഴി അങ്ങ് അലിമുക്കിലെത്തി. അലിമുക്കിൽ നിന്ന് പിന്നെ നേരെ അച്ചൻകോവിൽ കാട്ടിലോട്ട് കയറി. അത്യാവശ്യം രാവിലെ നല്ല മഴ ഉണ്ടെങ്കിലും കാട്ടിലോട്ട് കയറിയ സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു. എന്നാലും കുറേ ദൂരം ചെന്ന് കഴിഞ്ഞ ശേഷം നല്ല മഴയായി. എന്നാലും പോയ വഴിയൊക്കെ അടിപൊളിയായിരുന്നു. അധികം നല്ല വലിയ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് മലയണ്ണാനും മ്ലാവും അങ്ങനെയുള്ള പന്നി ഇതിനൊക്കെ കാണാൻ പറ്റിയുള്ളൂ. അങ്ങനെ നല്ല യാത്രയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പതുക്കെ ചെന്നപ്പോഴത്തേനും അച്ചൻകോവിൽ എത്തിയപ്പോഴത്തേനും ഫുഡെല്ലാം തീർന്ന് കടകളിൽ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഷണ്ണാക്കിക്ക് പരിചയമുള്ള ഒരാളെ കണ്ട്. പുള്ളിക്കാരൻ്റെ വീണ്ടും ഇപ്പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെയും ഫുഡില്ലായിരുന്നു. പിന്നെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും ടൈം എടുക്കുമല്ലോ. ആ സമയത്ത് ഈ കാര്യം ചെയ്യും, നിങ്ങൾ മാങ്ങയും ഇവിടെ ചക്കയ്ക്ക് ഇരിപ്പുണ്ട് പഴുത്ത എടുത്ത് കഴിക്കുന്നവരുണ്ട്, കുറച്ച് എടുത്ത് തന്ന്. അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ എന്നിരുന്നുണ്ടോ അറിയില്ല, എന്നിരുന്നാലും നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ദോശയൊക്കെ റെഡിയായി. പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അതൊക്കെ വീണ്ടും മുന്നോട്ട് തന്നെ പോയി. പോയ വഴി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. ഇടയ്ക്ക് നല്ല കട്ട മഴയൊക്കെ പെയ്ത് അതിൻ്റെ കൂടെ കോട, അടിപൊളി കോട. എന്നിരുന്നാലും നമ്മളിങ്ങനെ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ കറങ്ങി അടിച്ച് പതുക്കെ അങ്ങ് വിട്ടു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ ഗോപുരത്തിൻ്റെ കൊത്തോണികളും കാര്യങ്ങളൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. ഷണ്ണാദിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഒന്നും വാങ്ങിക്കുന്നില്ല. അവൻ പുള്ളിക്കാരൻ്റെ കൊട്ടാരക്കര ഷോപ്പൊക്കെ ഉണ്ട്, നമ്മൾ 24 ബാറ്റില്ലേ
അതൊക്കെ പുള്ളിയുടെയാണ്. അങ്ങനെ പുള്ളി എന്തായാലും അവിടെ എല്ലാം കറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ക്വാളിറ്റി വില ഇത് രണ്ടും മാച്ചിങ് അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ സാധനമൊന്നും അധികം എടുത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്നത്. ഷംനാദിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഒന്നും വാങ്ങിക്കുന്നില്ല. സമയം പുള്ളിക്കാരൻ്റെ കൊട്ടാരക്കര ഷോപ്പൊക്കെ ഉണ്ട്, നമ്മൾ 24 ബാറ്റില്ലേ, അതൊക്കെ പുള്ളിയുടെയാണ്. അങ്ങനെ പുള്ളി എന്തായാലും അവിടെ എല്ലാം കറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ക്വാളിറ്റി വില ഇത് രണ്ടും മാച്ചിങ് അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ സാധനമൊന്നും അധികം എടുത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്നത്.